നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ കഴുതപ്പുറത്തെ യാത്ര. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 40 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ ഒലിവുമലയരികെ ബെത്ഫാഗയ്ക്കും ബേഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. അതിനെ അഴിക്കുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ കഴുതക്കുട്ടി അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു. അതിനെ യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിമേലിട്ടു യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിന് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീരപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ചു. അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കടലിൽ പടകിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കരയിൽ നടന്നാണ് യാത്ര ചെയ്തിരുന്നത്. യേശുവിൻ്റെ കഴുതപ്പുറത്തുള്ള ഒരു യാത്ര കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് ഇത് മാത്രമാണ്. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത് അതൊരു വില കുറഞ്ഞ കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കാരണം കുതിരപ്പുറത്തല്ലേ യാത്ര ചെയ്യേണ്ടിയിരുന്നത് എന്ന് ആണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ യുദ്ധം ചെയ്യാൻ പോകുന്ന രാജാവ് കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യാൻ പോകാറുണ്ട്. എന്നാൽ യുദ്ധം ജയിച്ചാൽ അദ്ദേഹം വിനയാന്വിതനായി ദൈവത്തോട് നന്ദിയുള്ളവനായി അദ്ദേഹം കഴുതപ്പുറത്താണ് പ്രതികളെ കാണാൻ വരുന്നത്. അതിന് 2 ഉദ്ദേശമുണ്ട്. ആ കഴുതപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഈ യുദ്ധത്തിൽ കൊള്ളയിൽ കിട്ടിയ ആ സ്വർണവും വെള്ളിയും ഒക്കെ തൻ്റെ പ്രജകൾക്ക് തൻ്റെ യുക്തം പോലെ അദ്ദേഹം കൊടുക്കും. അതൊരു രീതിയായിരുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത് തൻ്റെ ദൗത്യം ഇതാ പൂർത്തീകരിക്കപ്പെടുന്നു, താൻ വിജയശ്രീയിൽ ആളതനായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഈ സെഖര്യാവിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, ഇതാ നിന്റെ രാജാവ്, ഇതാ നിന്റെ ദൈവം, അവൻ സൗമ്യതയുള്ളവനായി ജയശാലിയായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന് ആണ് ആ വാക്യം. അപ്പോൾ ജയശാലിയായിട്ട് എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജയശാലികളാണ്, ജയിച്ച രാജാവാണ് കഴുതപ്പുറത്ത് പ്രതികളെ കാണാൻ വേണ്ടി സാവധാനം വരുന്നത്. അത് തൻ്റെ താഴ്മയുടെയും ദൈവത്തോടുള്ള നന്ദിയുടെയും പ്രദർശനം കൂടെയാണ്. ഇവിടെ യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമെന്നുള്ളത് യേശു ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു വീട്ടുകാർ ഒരു കഴുതക്കുട്ടിയെ ഭാരമൊന്നും ചുമപ്പിക്കാതെ അതിനെ കെട്ടി വളർത്തുന്നത്? പ്രത്യേക ഭക്ഷണമൊക്കെ കൊടുത്തു. സാധാരണ കഴുതയാരും കെട്ടി വളർത്താറില്ല. കാരണം കഴുത എവിടെ പോയാലും വൈകുന്നേരത്ത് അത് വീട്ടിൽ വരും. കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടി അറിയുന്നു എന്നാണ് വാക്യം. പക്ഷേ ഒരു കഴുതക്കുട്ടിയെ ആ വീട്ടുകാർ കെട്ടി വളർത്തുകയാണ്. കാരണം ഈ സെഖര്യാ പ്രവചനം 9-ാം അധ്യായത്തിന് 9-ാം വാക്യം, സിയോൻ പുത്രിയെ ഇതാ നിന്റെ രാജാവ് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനാകുമ്പോൾ സിയോനിലേക്ക് അല്ലെങ്കിൽ യെരുശലേമിലേക്ക് കഴുതപ്പുറത്തൊരു യാത്ര ചെയ്യും എന്നുള്ള സെഖര്യാവിലെ ഈ വാക്യം ഈ വീട്ടുകാരെ മുഖവിലേക്കെടുത്തു. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, നമ്മുടെ കാലത്താണ് ദൈവം മനുഷ്യനാകുന്നതെങ്കിൽ, അങ്ങനെ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നെങ്കിൽ നമ്മുടെ കഴുതപ്പുറത്തായിരിക്കണം. അതുകൊണ്ട് ഒരു കഴുതയെ വേദനിപ്പിക്കാതെ അടിക്കാതെ നല്ല ഭക്ഷണം കൊടുത്ത് തണലേകി അതിനെ
പ്രത്യേകമായി സംരക്ഷിക്കുകയാണ്. സർവജ്ഞാനിയായ കർത്താവ്, നമ്മുടെ കർത്താവായ യേശു ഇത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ പോവുക, എതിരെയുള്ള ഗ്രാമത്തിൽ കിടക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, നിങ്ങളതിനെ അഴിച്ചുകൊണ്ട് വരിക. ഒരുപക്ഷെ അതിൻ്റെ ഉടമസ്ഥർ ചോദിക്കും, അപ്പോൾ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവയാണ്, യഹോവയ്ക്ക് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. ഇവർ പോയി അഴിച്ചു. ഉടമസ്ഥർ ചോദിച്ചു, എന്താണ് കഴുതി അഴിക്കുന്നത്? യഹോവയ്ക്ക് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. അവരുടെ സ്വപ്നം പൂവണിഞ്ഞു, അവരുടെ ആഗ്രഹം സഫലമായി, അവരുടെ നേർച്ച അത് ഫലം കണ്ടു, സന്തോഷമായി. അവർ ഒരുപക്ഷെ പുറകെ വന്ന് കാണും, ബൈബിളിൽ എഴുതിയിട്ടില്ലെങ്കിലും ആരാണ് യഹോവ എന്ന് കാണാൻ വേണ്ടി അവർ വന്ന് കാണും. അപ്പോൾ ഇതാ യേശു ആ കഴുതപ്പുറത്ത് കയറുകയാണ്. അവർക്ക് മനസ്സിലായി യേശുവാണ് യഹോവ, ദൈവം മനുഷ്യനായത്. ഇവിടെ അത്ഭുതകരമായൊരു കാര്യമുണ്ട്. ഇണങ്ങാത്ത കഴുതപ്പുറത്ത്, ഇണക്കമില്ലാത്ത കഴുതയുടെ പുറത്ത് ഒരാൾക്ക് കയറാൻ സാധിക്കുകയില്ല. ഈ കഴുതയെക്കുറിച്ച് ആരും കയറിയിട്ടില്ലെന്നാണ്. അങ്ങനെ പരിചയമില്ലാത്ത ഒരാൾ മരുക്കം, അതായത് ഇണക്കാത്ത ഒരു കഴുതപ്പുറത്ത് കയറിയാൽ ആ കഴുത ആ മനുഷ്യനെ കുലുക്കി താഴെയിടും. ആ ഒരടി അത് മുന്നോട്ട് വയ്ക്കുകയില്ല. അത് തൊഴിക്കുകയും ചാടുകയും ഒക്കെ ചെയ്യും. അത് വിരളി പിടിക്കും. ഏത് മൃഗവും അങ്ങനെയാണ്. ആനയായാലും കുതിരയായാലും ഒട്ടകമായാലും അങ്ങനെയാണ്. ആദ്യം അതിനെ ഇണക്കണം, മെരുക്കണം. പക്ഷേ ഇതിനെ മെരുക്കിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. യേശുവിന് മനുഷ്യൻ്റെ പരിശ്രമത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യം യേശുവിനില്ല. കാരണം യേശു കഴുതയുടെയും കുതിരയുടെയും ആനയുടെയും എല്ലാം സൃഷ്ടാവാണ്. അവയെല്ലാം യേശുവിനെ അനുസരിക്കും. യേശു മരുഭൂമി പരീക്ഷിക്കപ്പെട്ടപ്പോൾ 40 ദിവസം കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. കാട്ടുമൃഗങ്ങളൊക്കെ യേശുവിന് കൂട്ടായിട്ട് അവിടെ വരുവാനിടയായി. ദാനിയേലിന് സിംഹങ്ങൾ കൂട്ടായതുപോലെ, ഏലിയാവിന് കാക്കകൾ കൂട്ടായതുപോലെ യേശുവിന് കൂട്ടായിട്ട് ആ കാട്ടുമൃഗങ്ങൾ വന്നു. ഇവിടെ ഇതാ ഈ കഴുതക്കുട്ടി യേശുവിന് കൂട്ടാകുകയാണ്, യേശുവിനെ അനുസരിക്കുകയാണ്. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ശിഷ്യന്മാരും കൂടെയുള്ള ആളുകളും തങ്ങളുടെ മേലങ്കി ആ കഴുതക്കുട്ടിയുടെ മേലിട്ടു. അതുപോലെ തങ്ങളുടെ നേരിയതും വസ്ത്രങ്ങളുമൊക്കെ രാജാക്കന്മാർക്ക് വഴിയിൽ വിരിക്കുന്നത് പോലെ യേശുവിനെ അവർ വിരിച്ചു. ഇന്തപ്പനയുടെ കുരുത്തോളുകൾ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ എന്നവർ ആർക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ യേശു യെരുശലേമിലേക്ക്, യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നപ്പോൾ പ്രമാണികളൊക്കെ വന്ന് പറയുകയാണ്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവെന്നൊക്കെ ഇവർ ആർക്കുന്നല്ലോ, നീ അവരെ വിലക്കുക. യേശു പറഞ്ഞു, അവർ പറഞ്ഞത് സത്യമാണ്. ഞാൻ അവരെ വിലക്കിയാൽ ഈ കല്ലുകൾ, ദേവാലയത്തിൻ്റെ കല്ലുകൾ, ജീവനില്ലാത്ത കല്ലുകൾ ആർക്കും യേശു രാജാവാണ് എന്ന്, രാജാതി രാജാവാണ് എന്ന്. കർത്താവ് മൃഗങ്ങളുടെയും പക്ഷികളുടെയും മരങ്ങളുടെയും കല്ലുകളുടെയും പൂഴിയുടെയും എല്ലാം ശാപം മാറ്റാനായിട്ട് വന്നവനാണ്. അതുകൊണ്ട് അവയത് തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്നവനാണ്. തൻ്റെ 1-ാം വരവിൽ പാപത്തിന് പരിഹാരം കാൽവരിയിൽ കുരിശിൽ വരുത്തി 2-ാം വരവിലാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നത്. അതിൻ്റെ അടയാളങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കർത്താവിനെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ നമുക്കിടയാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.